വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മമ്മിയൂർ ശിവക്ഷേത്രമൊക്കെ കണ്ടിറങ്ങി. അവിടെ പറഞ്ഞ പോലെ തന്നെ നട അടച്ചിരുന്നു, മെയിൻ നട അടച്ചിരുന്നു. അമ്പലം ചുറ്റി തൊഴാനൊക്കെ പറ്റും, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ കരിങ്കല്ലൊക്കെ കട്ട് ചെയ്തിട്ട് അവർ ഭയങ്കര പൊടിയും അങ്ങനെ. അപ്പോൾ മോളെയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാ കുഞ്ഞു മക്കളെയും കൊണ്ടുവരുന്ന ആരും അങ്ങോട്ട് ചുറ്റി തൊഴാനായിട്ട് പോയിട്ടില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ആനക്കൊട്ടിലോട്ടാണ്. ഇവിടെ പോകാനുണ്ട് ഒരു കാരണം, എൻ്റെ മോളിതൊന്നും കാണാൻ കൂട്ടാക്കാത്ത ഒരാളാണ്. അവൾക്ക് ഇങ്ങനത്തെ ആന, സിംഹം ഇഷ്ടമാണ്. ഈ ടി വിയിലൊക്കെ കാണുമ്പോഴൊക്കെ അവൾ അമ്മ സിംഹം എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാനപ്രേമിയുണ്ട്. അവൻ കുഞ്ഞുനാൾ മുതൽക്കേ ആന 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. എവിടെ ആനയെ കാണും അവ അവിടെ നിൽക്കും. അവൻ്റെ നിർബന്ധത്തിനാണ് ഞങ്ങൾ ഈ ആനക്കൊട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ട് പോകാം. ഇതുവരെ വന്നില്ല, എന്തായാലും വടക്കുന്നാഥനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോവായിരുന്നു. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിനാണ് ഞങ്ങൾ ഈ ആനക്കൊട്ടിലോട്ട് വന്നത്. അവനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന. ഈ വീഡിയോയുടെ മുന്നിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അവൻ നിർബന്ധിച്ചതല്ലേ, നമുക്ക് ആനക്കൊട്ടിലൂടെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കയറിയത്. നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. ഒരു സൈഡിൽ നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ടായിരുന്നു നല്ല മഴ കറുത്ത് വരുന്നുണ്ട്, നമുക്ക് നേരെ പോകുന്നു. പക്ഷെ അവന് ഒരേ നിർബന്ധം, അവൻ ആനയെ കണ്ടിട്ട് പോകാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ പാസ് എടുക്കാൻ പോകുന്നുണ്ട്. പാസ് ഉണ്ട് കേട്ടോ, മൊബൈൽ കൊണ്ട് കയറാൻ പ്രത്യേകിച്ച് നമ്മൾ അതിന് പാസ് എടുക്കണം. മൊബൈൽ, ക്യാമറ ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ പ്രത്യേകിച്ച് അവിടെ പാസ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ ആനക്കൊട്ടിലോട്ട്. ഇവിടെ എങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല, കാരണം മഴ കറുത്ത് വരുന്നുണ്ട്, നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. ക്ലൈമറ്റ് നല്ല നല്ല വ്യത്യാസമുണ്ട്. മഴ പെയ്യില്ലേ എന്നൊന്നും എനിക്കറിയില്ല. മഴ പെയ്യുമായിരുന്നെങ്കിൽ എല്ലാത്തിനും ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയത്തൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചുറ്റിക്കറങ്ങി കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കാരണം ആനയെ ഓരോ സൈഡിലാണല്ലോ ഇട്ടേക്കണം. അപ്പം അതൊക്കെ കാണാനുണ്ട്. നമുക്കിനി ആനയുടെ വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങൾ കുറച്ച് ദൂരെ നടന്നു വന്നപ്പോൾ ഈ പണിയെടുക്കുന്ന ഇവനെ കണ്ടു. ഇവനെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് പേടിച്ച് വന്നതാണത്. ഇവനെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുന്നുണ്ട് നമ്മുടെ ആനപ്പാപ്പാൻ. ആൾക്കാരെ കാണുമ്പോൾ മാത്രം തോന്നുന്നു ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിനെ. അതൊരിടത്ത് ഇങ്ങനെ എടുത്ത് ഇട്ടതാണേ. ഇട്ടിട്ട് ആനെ കൊണ്ട് പിന്നെ അത് തന്നെ എടുപ്പിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടിടാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ആനയ്ക്ക് ദേഷ്യം വരണത്. ആനയുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുമ്പോൾ ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ. ആനപ്പാപ്പാനെയൊക്കെ ചവിട്ടിക്കൊല്ലുന്ന ആന, പാവ ആന. കണ്ടോ, നന്നായിട്ട് പണിയെടുക്കുന്നില്ല. ഇവിടെ പണിയെടുക്കുന്ന ഈ ഒരു ആനയെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി എല്ലാ ആനയും നല്ല കുസൃതി കാണിച്ച് മിണ്ടാതെ നിൽപ്പുണ്ട്.
കുറേ നല്ല നല്ല ആനകളെ കണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ മഴ ഞങ്ങളെ ചതിച്ചു തുടങ്ങി. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കേട്ടോ പെട്ടെന്ന്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടായിരിക്കണം. നല്ല ഭംഗിയുള്ള ആനക്കുട്ടപ്പന്മാരുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയെ കാണിച്ചു തരാവേ. അതിനെന്തോ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. എൻ്റെ കാഴ്ചയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി കുറേ ആനകളുണ്ട്, പക്ഷേ എനിക്ക് ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നി. നല്ല ഭംഗിയുള്ള ഒരാന. ഇവനല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു ആനയുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. വെയിറ്റ്. നല്ല രസത്തിന് എൻ്റെ ചെവിയിലെ ആ ഒരു കളർ മാറ്റവും കാര്യങ്ങളൊക്കെ നല്ല എനിക്കിഷ്ടപ്പെട്ടു. കുറേ ആനകളിങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പ്രശ്നക്കാരനാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ. അങ്ങനെ കുറച്ച് ആനകളെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ആനകൾ അങ്ങ് ദൂരത്തോട്ടാണ് നിർത്തിയിരിക്കുന്നത് അവർ. നല്ല ദൂരത്തോട്ടാണ് നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രശ്നമുള്ള ആനകളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ദൂരത്ത്. ഞാൻ ചിന്തിച്ചൊരു കാര്യമാണേ, ഈ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാൻ വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഈ ആനകളൊക്കെ ഇടഞ്ഞ് എന്തെങ്കിലും ഓടുകയോ ചാകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് കാണാനായിട്ട് എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത്. ഞാൻ ഈ ആനക്കുട്ടനെയാണ് പറഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു ആനയാണ്. എന്തൊരു ചന്തം നോക്കിയാൽ അതിനെ കാണാൻ. നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളങ്ങനെ രസിച്ച് കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു. മഴ ഞങ്ങളെ ചതിച്ചു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ വിചാരിച്ചു അവിടെ ഞങ്ങൾ ഇറങ്ങുമ്പോഴേ മഴ പെയ്യൂ എന്നുള്ളൊരു കാൽക്കുലേഷനായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. മുക്കാൽ ഭാഗം കഴിഞ്ഞതും മഴ പെയ്തു. അവിടെ ആണെങ്കിലോ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനവും അവിടെ ഇല്ല. ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അവിടെ. പക്ഷെ രണ്ട് സൈഡ് മരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നനയാതെ നിൽക്കാനായിട്ട് ഒരു സംവിധാനം അവിടെ ഇല്ല. ഞങ്ങൾക്ക് കയറി നിൽക്കാൻ അവിടെ പറ്റില്ല. കാരണം അവരെല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ ഓടിപ്പോയി. കാരണം കാർ പാർക്കിംഗ് ചെയ്തെടുത്ത് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സൈഡിലെങ്ങാനും കയറി നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഓടിപ്പോവുമായിരുന്നു. വേറെ ഒന്നും ഞങ്ങൾ കാണാൻ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആനക്കൊട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.